is the controversy? Who has raised the controversy? It's all business, man. It's all business. Screwing up the psyche of the people and making money. That's all. യെസ്, പൊതുവേദി തുടങ്ങുകയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എമ്പുരാൻ വിവാദം തന്നെയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് എല്ലാം സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു. ഇതെല്ലാം ബിസിനസ് മാത്രമാണ്. ജനങ്ങളുടെ വികാരം ഇളക്കിവിട്ട് ജനങ്ങളെ ഇങ്ങനെ അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് ഇവിടെ കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഘട്ടത്തിലാണ് ഈ വിഷയം പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ തിരുവനന്തപുരത്ത് നിന്ന് മഹിയാണ്. ശ്രീ മഹി, താങ്കൾ ഈ സിനിമ കണ്ടോ? ഓക്കെ, ഞാൻ പ്രധാനമായും നമുക്ക് ഈ വിഷയത്തിൽ സിനിമ കണ്ട ആളുകളുമായാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും താങ്കൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു പോകാം. കാരണം സിനിമ കണ്ട ആളുകൾക്ക് അതിൽ കൂടുതൽ എന്തവർക്ക് പറയാനുണ്ട്? ഇത് വെറും ഒരു ബിസിനസ് തന്ത്രം മാത്രമാണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ വിഷയം ഒരു വൈകാരിക തലത്തിലേക്ക് എടുക്കേണ്ടതുണ്ടോ? ആളുകളെ അങ്ങനെ സ്ക്രൂ കയറ്റി വിട്ട് അവരെ കൊണ്ട് ഈ പടം കാണിക്കുകയും അതിൽ നിന്ന് ലാഭമുണ്ടാക്കി എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണോ നടന്നത് എന്ന വലിയ ചോദ്യമാണ് സുരേഷ് ഗോപി ഉന്നയിക്കുന്നത്. കാരണം സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് വളരെ കാലം അനുഭവ പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ശ്രീ മഹി, താങ്കൾക്ക് ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു വ്യവസായ തന്ത്രം മാത്രമാണോ? അതല്ല, സുരേഷ് അവൻ പണത്തിന് വേണ്ടിയാണ് നടക്കുന്നത്. അത് ബി ജെ പി ആളല്ലേ. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സുരേഷ് ഗോപിക്ക് താങ്ക്സ് എഴുതിയിട്ട് എന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയുന്നു ഡോക്ടർ അജ്മൽ ഖാൻ. അതെ, സുരേഷ് ഗോപിക്ക് ഈ പടത്തിൽ ആദ്യഘട്ടത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പടവും ഉണ്ടായിരുന്നു. അപ്പോൾ റീസെൻസറിങ് വന്നപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ പട്ടികയിൽ ആദ്യത്തെ പേര് വന്നിരിക്കുന്നത് റിമൂവ്ഡ് താങ്ക്സ് ഓഫ് ശ്രീ സുരേഷ് ഗോപി. 1 മിനിറ്റ് 41 സെക്കൻഡിൽ നിന്ന് 44 സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള ആ വിഷയം സുരേഷ് ഗോപിയുടെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ മോഹൻദാസ് ആലത്തൂർ. അങ്ങ് ഈ സിനിമ കണ്ടോ? കണ്ടില്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഓക്കെ, താങ്കൾക്ക് വളരെ ഞാൻ പ്രധാനമായും നമ്മളിത് സിനിമ കണ്ടവരുടെ ഒരു നിലപാടുകളാണ് അറിയാൻ പ്രധാനമായിട്ട്. ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ കണ്ടവരെ. ഓക്കെ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു കച്ചവട താല്പര്യം ഇതിന് പുറകിൽ, ഈ വിവാദങ്ങൾക്ക് പുറകിലുണ്ടെന്ന് തോന്നിയോ? ഒരിക്കലും. കാരണം ഹൈക്കോടതി വരെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോ പുതിയ തെളിവാണ്. പിന്നെ സുരേഷ് ഗോപി ഈ ഫീൽഡിൽ നിന്ന് വന്ന വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഞാൻ നമ്മൾ സിനിമ കണ്ട ആളുകളിലേക്ക് കൂടുതൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ ചലച്ചിത്രം കണ്ടോ? ഇല്ല, കണ്ടില്ല. ഓക്കെ, ഒരു ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഈ പ്രധാനമായും ചലച്ചിത്രം കണ്ടവരുടെ ഒരു പ്രതികരണമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായിരുന്നാലും അവര് മുടക്ക് മുതൽ ഏകദേശം അവരുടെ കൈവശം എത്തിയിട്ടുണ്ട്. യെസ്, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. ഏതായാലും ഈ റീ എഡിറ്റിംഗ് സമ്മർദ്ദം മൂലമല്ല എന്നാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കുന്നത്. എന്നോടൊപ്പം VC തോമസ് ചേരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബിസിനസ് തന്ത്രമായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് 4 വർഷമായി. ഈ സിനിമാ വിവാദമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ടതെന്ന് VC തോമസ് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതിലൊരു കാര്യമുണ്ട് എന്ന് ചിലരൊക്കെ അംഗീകരിക്കും. കാരണം VC തോമസ് ഒരിക്കലും 4 വർഷത്തിനിടയിൽ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല. അതിനു മുന്നെയാണ് അത്രയും സിനിമ കണ്ടത്. പക്ഷേ അദ്ദേഹം ഈ വിവാദം വന്നപ്പോൾ സ്വാഭാവികമായി നമ്മളിലൊക്കെ ഒരു ആവേശം ഉണ്ടാകുമല്ലോ സിനിമ കാണാൻ. അപ്പോൾ അങ്ങനെ വന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ തങ്കച്ചനാണ് മോഹമിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, ഈ സിനിമ കണ്ടോ? യെസ്, തങ്കച്ചൻ TV-യിലേക്ക് ശ്രദ്ധിക്കുന്നു. ഞാൻ അടുത്ത പ്രേക്ഷകനിലേക്ക് വരാം. കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ കണ്ണൻ, ഈ സിനിമ കണ്ടോ? സാറേ, ഞാൻ കണ്ടില്ല. ഇന്ന് വൈകിട്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുവാണ്. ശരി, അത് ഒരു കച്ചവട താല്പര്യം വിജയിച്ചു എന്ന് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒറ്റ വരിയിൽ. സാറേ, കച്ചവട താല്പര്യം മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ മുൻപ് ഒരു നാടകം, അതായത് കക്കുകളി എന്നൊരു നാടകം നാടകമായിരുന്നു.
ഇത് നമ്മുടെ നാടകമോ അല്ലെങ്കിൽ സിനിമ ആയാലും ഇന്ന് ഇപ്പൊ ഈ വർഗീയതയുടെ പേരിൽ ഒരു വ്യക്തമാണ്. ഞാൻ സിനിമ കാണാത്തതുകൊണ്ട് ഞാൻ അങ്ങക്ക് അതിൽ എനിക്ക് തോന്നുന്നില്ല കൃത്യതയുണ്ടെന്ന്. ശശി ബാലകൃഷ്ണൻ പറയുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വിപണന തന്ത്രമാണ് നടന്നത് എന്ന് പറയുന്നു. അജ്മാൽ പറയുന്നത് 1500 കോടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 4000 കോടി കളക്ട് ചെയ്യാം എന്ന് പറയുന്നു. ബാബു നായർ പറയുന്നത് ഇതൊരു കച്ചവടം മാത്രമാണ്, രാജ്യത്തെ ഒറ്റിക്കൊടുത്താണെങ്കിലും കാശുണ്ടാക്കണം. മോഹൻലാൽ വെറും തരംതാണ ഒരു കച്ചവടക്കാരനായി പോയി എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നു. ബിസിനസ് തന്ത്രം ആണല്ലോ, അല്ലെങ്കിലും ചിലതൊക്കെ എക്സ്പോസ്ഡായി എന്ന് മുരളിയും പറയുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് വരേണ്ടതുണ്ട്. ഷൈജു ജോൺ ഈ ചലച്ചിത്രം കണ്ടോ? ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. 2 പ്രാവശ്യം കണ്ടു. അതെ. വെരി ഗുഡ്. അപ്പൊ 2 പ്രാവശ്യം കാണാൻ മാത്രം ഉള്ള ഒരു കലാമൂല്യം ഈ ചലച്ചിത്രത്തിലുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയോ? 2 കൂടുതൽ പ്രാവശ്യം കാണാനുള്ള കലാമൂല്യ സിനിമയുണ്ട്. നമ്മളെന്നും മലയാള സിനിമയുടെ പരമ്പരാഗതമായ രീതികളിൽ നിന്നാൽ മതിയോ? നമുക്കൊരു ഹോളിവുഡ് ലെവൽ ഐറ്റം വേണ്ടേ? വേണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോളിവുഡ് ലെവൽ ഐറ്റത്തിലേക്ക് താങ്കൾ സിനിമ കണ്ടോ? താങ്കൾ സിനിമ കണ്ടാൽ താങ്കൾക്ക് ഞാൻ കണ്ടു. ഞാൻ കണ്ടതിന്റെ കാരണം ഈ വിവാദമായപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ രാത്രി ഓടിപ്പോയി കണ്ടു. അപ്പൊ ഞാൻ 2 പ്രാവശ്യം സിനിമ കണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോളിവുഡ് ലെവൽ ഐറ്റമാണ്. ഹോളിവുഡ് ലെവലിലേക്ക് മലയാള സിനിമ ഉയർത്തിയ ഒരു സിനിമയാണിത്. അപ്പൊ ഇതില് വിവാദം വന്നു എന്നത് സ്വാഭാവികമായി വന്നത് സ്വാഭാവികമാണ്. എന്താണ് ഗോത്ര കൂട്ടക്കൊലയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ തീവെപ്പോ ന്യൂനപക്ഷങ്ങളായാലും ഭൂരിപക്ഷങ്ങളായാലും ഇല്ലായ്മ ചെയ്തൊക്കെ ഇല്ലാത്ത കഥയാണോ? ഉള്ള കഥ തന്നെയാണ്. അത് എന്തുകൊണ്ട് സിനിമയാക്കുന്നതിൽ എന്തിനാണ് ഇത്ര അസ്വസ്ഥപ്പെടുന്നത്? അത് തീർച്ചയായിട്ടും നമ്മുടെ സമകാലിക സംഭവങ്ങളെ സിനിമയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ട് ഇനിയും ഉണ്ടാകട്ടെ. അതെ, ഞാൻ ഓർക്കുകയാണ് പണ്ട് നമ്മുടെ കരുണാകരനെയൊക്കെ എത്രമാത്രം സിനിമകളിൽ മുരളീധരനെ ഈ സിനിമയിൽ തന്നെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരിഹസിക്കുന്നുണ്ട്. അപ്പൊ അത് പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ പരിഹസിക്കുമ്പോൾ ഇത് ചുളുവിൽ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരു തന്ത്രമാണോ? ഒരിക്കലും അല്ല. അങ്ങനെയാണ് സന്ദേശ സിനിമയ്ക്ക് തന്നെ നിരോധിക്കേണ്ടല്ലോ. സന്ദേശ സിനിമ ഇവിടുത്തെ ഇടതുപക്ഷത്തെ പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട ആദ്യത്തെ പൊളിറ്റിക്കൽ സറ്റയർ സന്ദേശമാണ്. അപ്പോ ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ടായി നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ് കേട്ടോ. ജോസഫ് പറയുന്നത് സിനിമ പിടിക്കുന്ന ലാഭത്തിന് വേണ്ടി മാത്രം. ഫിലിപ്പ് ചാക്കോ പറയുന്നു അബ്സല്യൂട്ട്ലി കറക്റ്റ്, ബിസിനസ് തന്നെയാണ് തന്ത്രം എന്ന് പറയുന്നു. ഷാജു പറയുന്നു ഉന്നകുല ജാഥയുടെ ഒരു നിഗമനം മാത്രമാണ് എന്ന് പറയുന്നു. അജീഷ് കേശി എന്നോടൊപ്പം ചേർന്നുകൊണ്ട് സിനിമ കണ്ട കാര്യം പറയുന്നു. അടുത്ത സിനിമ ഉടൻ പ്രതീക്ഷിക്കുന്നു എന്ന് ബാബു നായർ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, പടം 200 കോടിയിൽ എത്തി എന്ന് രാധാകൃഷ്ണൻ പറയുന്നു. അപ്പോൾ സുരേഷ് അണ്ണൻ പറഞ്ഞതിൽ ബിസിനസ് തന്ത്രം മെനഞ്ഞത് RSSകാരാണോ സംഘപരിവാറാണോ എന്ന് രാധാകൃഷ്ണൻ ചോദിക്കുന്നു. ഞാൻ കണ്ട ലൂസിഫറിൻ്റെ വാലിൽ കെട്ടാൻ ഇത് കൊള്ളില്ല എന്ന് KC അജീഷ് പറയുന്നു. ജോസഫ് എന്ത് ന്യായീകരണം ഉണ്ടാക്കിയാൽ പണമുണ്ടാക്കാം എന്ന് പറയുന്നു. ജയകുമാർ അങ്ങനെ വരുന്നുണ്ട്. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. നമസ്കാരം സാർ, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഇത് തിരുത്തുമെന്ന് പറഞ്ഞതാണ് വാർത്ത കേട്ടത്. ഓക്കെ വിർച്ചു എന്നോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ നിർത്തിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. ഈ വിർച്ചു ഇത് കാണുന്നത് നിർത്തിയിട്ട് പോവില്ലേ? ബാക്കി ഇത്രയധികം പ്രേക്ഷകർ, നമ്മുടെ 600-ലധികം പേർ ഇത് അല്ലാതെ തന്നെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ മാത്രം ഞാൻ നോക്കുമ്പോൾ. ഓക്കെ, ബിജു രാമചന്ദ്രൻ പറയുന്നു സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നു. ഷാജു ജോൺ സിനിമയെ തംസപ്പ് നൽകുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ സുരേഷാണ് കാസർഗോഡിൽ നിന്ന്. കാസർഗോഡ് നമ്മുടെ 2-3 പ്രേക്ഷകർ എപ്പോഴും നമ്മളെ വിളിക്കുന്ന സന്തോഷമൊക്കെ കുറച്ച് ദിവസമായി വിളിച്ചു കണ്ടില്ല. ഓക്കെ, അവരൊക്കെ വരുമെന്ന് വിചാരിക്കും. സുരേഷ്, താങ്കൾ ഈ സിനിമ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. കാരണം ഇത് കാണാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രയും എന്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതാണെന്ന് സിനിമ കാണാതെ തന്നെ താങ്കൾ അങ്ങനെയാണ് കരുതുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവദാസൻ ബാലരാമപുരം ഈ സിനിമ കണ്ടോ? നമസ്കാരം സാർ. സിനിമ കണ്ടോ? ശിവദാസൻ ബാലരാമപുരം എന്ത് തോന്നി? നമ്മുടെ സിനിമ ഒരു ഹോളിവുഡ് തലത്തിലേക്ക് ഉയരണമെന്നൊക്കെ ഇതിന് സിനിമയെ അനുകൂലിക്കുന്നവർ പറയുന്നു. താങ്കൾക്ക് എന്ത് തോന്നി? അങ്ങനെ ഒരു ഹോളിവുഡ് തലത്തിലേക്ക് ഈ സിനിമ നമ്മളുടെ മലയാള സിനിമയെ ഉയർത്തുന്നുണ്ടോ? ഇല്ല സാർ, അങ്ങനെ ഉയർത്തേണ്ട കാര്യമില്ല. കാരണം ഉയർത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ പടം ഉയർത്തിട്ടുണ്ട്. ഞാൻ ഒരു ചോദിച്ചു ചോദിക്കട്ടെ, സമയം കുറവാണ്. എന്തുകൊണ്ട് സെൻസർ ബോർഡ് ഈ കാര്യം ശ്രദ്ധിച്ചില്ല സാർ? ഞാൻ ചോദിക്കട്ടെ, ഇതിന് സാറും ഇതിന് ഉത്തരവാദിത്തം മറുപടി പറയണം. സെൻസർ ബോർഡ് എന്തുകൊണ്ട് ഈ ഭാഗം കട്ട് ചെയ്തില്ല? എന്നിട്ട് എങ്ങനെ പടം റിലീസ് ചെയ്തു സാറേ? അല്ല, സെൻസർ ബോർഡിന് അവർക്കത് കുഴപ്പമില്ലെന്ന് തോന്നിക്കാണ്. ഏതായാലും പക്ഷെ ഇതിന് വേറൊരു കാര്യം ശിവദാസൻ, ഈ സെൻസർ ബോർഡിന്റെ ഒരു അഡ്വൈസറി പാനലാണല്ലോ ഇപ്പൊ ഈ ചലച്ചിത്രം കണ്ട് ഇത് പാസ്സാക്കിയത്. അതിന്റെ കഥ പുറത്തു വരുമ്പോൾ അതീവ രസകരമാണ് കേട്ടോ. ഭാര്യമാരെ തിരികെ കയറ്റാനുള്ള ഒരു ഇടപാട് സെൻസർ ബോർഡ് എന്ന
തരത്തിലേക്കാണ് പലതും കാര്യങ്ങൾ വരുന്നത്. റബ്ബർ ബോട്ട് പോലെ ആയിരിക്കില്ല സാർ ഇത് മത്സരം അതെല്ലാം അടക്കം സംഭവം അതെല്ലാം അടക്കം റബ്ബർ ബോട്ട് ആയിപ്പോയി. ഒരു ഏഴംഗ സമിതിയാണുള്ളത് സെൻസർ ബോർഡ്, ഏഴംഗ സമിതി അവര് നോക്കിയിട്ടാണ് റിലീസ് കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇത് വിളിച്ചിട്ട് ഇത് വ്യവസായം സാറേ, വ്യവസായം തട്ടിപ്പ് ഇതിങ്ങനെ കയറ്റി ഈ പദ്ധതി എന്താ മഹത്വമുള്ളത്, എന്താ പ്രത്യേകത ഉള്ളത്, ഇതിനേക്കാൾ എന്തെല്ലാം പ്രശ്നമുള്ള സിനിമ ഇവിടെ ഇന്ത്യയിലുണ്ട്, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഏതായാലും താങ്കൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, കൊള്ളാം. അപ്പൊ ഇത് ഒരു കച്ചവട തന്ത്രം, വിവാദം കച്ചവട തന്ത്രമാക്കി അങ്ങനെ ഇത് സിനിമ കൂടുതൽ കളക്ഷൻ നേടി എന്ന ആരോപണത്തെ താങ്കൾ അംഗീകരിക്കുന്നു അല്ലേ? ജനങ്ങൾക്ക് മനസ്സിലായി, തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഇതൊന്നും ജയിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ ഈ 22 വെട്ടി എന്ന് പറഞ്ഞ് 28 വെട്ടി മാറ്റിയത് സെൻസർ ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയണം. അത് സാറിനും കേൾക്കാൻ യോഗ്യത, സാർ ചോദിക്കണം. അല്ല, സെൻസർ ബോർഡ് അല്ല വെട്ടിയത്, അത് സ്വമേധയാൽ വെട്ടിയതാണ്. അവര് പറയാലോ നമ്മളങ്ങ് തീരുമാനിച്ചു, നമ്മളങ്ങ് വെട്ടി, ഇവര് കാര്യം പറയാം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഞാൻ അടുത്ത പ്രേക്ഷകൻ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നു. ഓക്കെ, സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതാണ് സിനിമ എന്ന് ബിജു രാമചന്ദ്രൻ പറയുകയാണ്. ഉണ്ണികൃഷ്ണന് നമ്മുടെ ഈ ചർച്ച തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണന് വേണമെങ്കിൽ കുറച്ച് വിശ്രമിക്കാം, ഇത് വേറെ എന്തെങ്കിലും കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ജോസഫ് കെ എം പറയുന്നു വ്യക്തികളെ ആക്ഷേപിച്ചെന്ന് പറയുന്നു. ഓക്കെ, വ്യക്തികളെ ആക്ഷേപിക്കുന്ന പോലെയല്ല രാജ്യത്തെ ആക്ഷേപിക്കുന്നത് എന്ന് പറയുന്നു. അച്ചു പറയുന്നു താങ്ക്സ് എന്ന് പറയുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഷിതു താങ്ക്സ് പറയുന്നു. ഇത് കോടിക്കണക്കിന് രൂപ നികുതി സർക്കാരിലേക്ക് ഇതുവഴി വന്നു. അപ്പോൾ സിനിമ കാണുന്നത് ഒരു കച്ചവടമായിക്കോട്ടെ, പക്ഷേ ആത്യന്തികമായി നമ്മുടെ ഗവൺമെൻറ് അതിൽ നിന്ന് ലാഭമുണ്ടാക്കിയെന്ന് വളരെ നല്ല രസകരമായൊരു കമൻറ്റ് അച്ചു അവിടെ എഴുതിയിട്ടിരിക്കുന്നു. ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് വിവാദമായാലും ആത്യന്തികമായി കുറേ പൈസ മനുഷ്യന് ആരെങ്കിലും കച്ചവടക്കാർ ഉണ്ടാക്കുമ്പോൾ കുറേ ലാഭം അതിൻ്റെ സർക്കാരിലേക്കും പോകുമല്ലോ. ബിസിനസ് തന്ത്രം ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അനി നിക്സൺ. ഷിജു കാര്യത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, കേരള ബോക്സ് ഓഫീസ് പറയുന്നു ബിസിനസ് തന്ത്രമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായി, മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള. അല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ എപ്പോഴും വിളിച്ച് പറയുകയല്ലല്ലോ കേരള ബോക്സ് ഓഫീസ്. ഇത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് കൂടി കേൾക്കാനും വേണ്ടിയാണല്ലോ പൊതുവെ. അപ്പോൾ എൻ്റെ തന്നെ അഭിപ്രായം കേൾക്കുകയല്ല ഇതിലെ കാര്യം. ഓക്കെ, അൽബി പറയുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഇത്ര തരം താഴ്ന്നതിൽ ഖേദിക്കുന്നു. നാളെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് അവർ പറയുന്നു. ERO 960 എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാബു ഷാ കാശ് സമ്പാദിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പടങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, ജോസഫ് കെ എം ഞാൻ തിരുത്തി. ജോസഫ് കെ എം ഞാൻ മുഴുവൻ വായിച്ചില്ലെന്ന് പറയുന്നു. ഓക്കെ, തിരുത്തി. ഇത് ചാടി പോകുന്നു ജോസഫെ, അതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് വായിക്കാനും പലപ്പോഴും ഇത് കിട്ടുന്നില്ല. അപ്പോൾ ജോസഫ് എഴുതുന്നത് ഞാൻ അക്ഷരവിരോധിയാണെന്ന്. അക്ഷരവിരോധിയല്ല, ഇത് ജമ്പ് ചെയ്ത് പോകുന്നതാണ്. ഇന്ന് ബാക്കി പാർട്ടിക്കാരും പറയുമോ വെട്ടിമാറ്റാൻ അവരെ പറ്റിയുള്ള ഭാഗങ്ങൾ എന്ന് ഓക്കെ പറയുന്നു. അപ്പോൾ അച്ചു പറയുന്നു നിരവധി തവണ കണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല ഈ ചിത്രം കണ്ടോ? കണ്ടല്ലോ, ഞാൻ കണ്ടു. ശ്രീ കൃഷ്ണൻകുട്ടി മലമലയ്ക്ക് എന്ത് തോന്നി? ഇത് വയലൻസ് കൂടുതലാണോ ശ്രീ കൃഷ്ണൻകുട്ടി? അല്ല, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചല്ലോ, അപ്പൊ അത് താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതിൽ വയലൻസ് കൂടുതലാണോ? വയലൻസ് അല്ല ഇതിനകത്ത് കൂടുതൽ. വയലൻസ് ഇല്ല, ഒട്ടുമില്ല. ഇതിനകത്ത് കൂടുതൽ 21 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന കുറെ സംഭവങ്ങൾ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് സിനിമയ്ക്കുള്ള കഥയുടെ അടിസ്ഥാനമാണല്ലോ. അപ്പൊ അന്നത്തെ കാര്യങ്ങളൊക്കെ വായിച്ച ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. എന്റെ ഓർമ്മയിൽ ഇതെല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. അന്ന് നടന്നെന്ന് പറയുന്ന കാര്യങ്ങളുടെ ഒരു 100% അംശമേ സിനിമയിലുള്ളൂ. അന്ന് വളർന്നു എന്ന് പറയുന്ന ക്രൂര കൃത്യങ്ങളുടെ ഒരു 100%. ഞാൻ ഈ സിനിമയിലെ ഈ ചരിത്ര യാഥാർത്ഥ്യമല്ല ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ നമ്മൾ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും അന്വേഷിക്കേണ്ട, അത് ഒരാളുടെ കാഴ്ചപ്പാടിലൂടെ കാണുന്നതാണ്. ചരിത്രപരമായ ഒരു സംവിധാനം പലപ്പോഴും സിനിമ ഇതൊരു ഡോക്യുമെന്ററിയോ അങ്ങനെ ഒരു ഡോക്യു ഫിക്ഷനോ ഒന്നുമല്ല. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് വിവാദമാക്കുന്നതിന് പുറകിൽ ഒരു കച്ചവട തന്ത്രം ഉണ്ടായിരുന്നു. അതല്ല സംഭവം. അല്ല, നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് സുരേഷ് ഗോപി അങ്ങനെ ഒരു ശരി അങ്ങേക്ക് പറയാനുള്ളത് അല്ല അങ്ങേക്ക് ഞാൻ ചോദിക്കുന്നത്, നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈ ചലച്ചിത്ര മേഖലയിൽ അനവധി കാലം പ്രവർത്തിച്ച ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ നന്ദി എന്ന് പറഞ്ഞ് ആദ്യം കൊടുത്തിരുന്നു, അതൊന്ന് വെട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ബിസിനസ് തന്ത്രമാണ് എന്ന് പറയുമ്പോൾ ശരാശരി മലയാളി എന്തു മനസ്സിലാക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരാശരി മലയാളി മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ്, ഇൻഡസ്ട്രി എന്ന് പറയാം. ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റിയും കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ കണ്ടാലും ഇത് ബിസിനസ് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിനിമയല്ല. പക്ഷെ ഇതിനകത്ത് മണ്ടത്തരം കാണിച്ച BJP-ക്കാരാണ്.
എങ്ങനെയാ ഒരു മണ്ടത്തരം കാണിച്ചെന്ന് വെച്ചാൽ ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാതിരുന്ന ഇത്രയും ആൾക്കാർ ഇത് പോയി കാണൂലായിരുന്നു. ഇത്രയും പോയി ആൾക്കാർ ഇത് പോയി കണ്ടപ്പോഴേക്ക് സംഭവിച്ചത് ബിജെപിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും എന്തൊക്കെയാണ് ഈ രാജ്യത്ത് ചെയ്തതെന്നും പിന്നെയും വെളിവാകുകയാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒരു കാര്യം അറിയാൻ പാടില്ലായിരുന്ന ആൾക്കാർ വരെ പോയി കണ്ടു ഇത്. അതുകൊണ്ട് വിവാദമാക്കിയ ആൾക്കാരോട് എനിക്ക് നന്ദിയുണ്ട് എന്തൊക്കെയായാലും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവജി പറയുന്നു വെട്ടിമാറ്റിയാലും ഇല്ലെങ്കിലും എമ്പുരാൻ ഒരു താലിബൻ ഉൽപ്പന്നം തന്നെ എന്ന് പറയുന്നു. കൃഷ്ണകുമാർ ജി പറയുന്നു പ്ലാൻ ഓഫ് BJP ആൻഡ് പൃഥ്വിരാജ് collection increased and Hindus united, UDF LDF media helped them very much. സുനിമോൾ പറയുന്നു വിവാദത്തിൽ കച്ചവട തന്ത്രം എന്ന് പറയുന്നു. ജോസഫ് പിന്നെയും വന്നിട്ട് ഇതിലെ ഓരോ പരാമർശവും കേന്ദ്രത്തെ ചൊടിപ്പിച്ച്. ഞാൻ ഈ ജോസഫിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ വായിക്കുന്നത്. ഈ കമൻറ്റ് ചിലപ്പോൾ ജോസഫ് ഇങ്ങനെ എഴുതുമ്പോൾ ജമ്പ് ചെയ്ത് പോകും. അപ്പോൾ ചിലപ്പോൾ ഞാൻ വായിക്കില്ല. അപ്പോൾ ജോസഫ് അതെനിക്കെതിരെ ഒരു വിമർശനമായി ഉന്നയിക്കും. അതുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കാൻ ജോസഫ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. എന്നെ ചിലക്കൊക്കെ വിമർശിക്കുന്നയാളാണ്, എങ്കിലും എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. കാരണം നമ്മൾ സ്നേഹിക്കുന്നവരെ പോലെ വിമർശിക്കുന്നവരും വളരെ പ്രധാനപ്പെട്ടവരാണ്. ഷാജി ഭാസ്കരൻ ഇന്ന് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷാജി പലപ്പോഴും പറഞ്ഞിട്ട് നിരവധി തവണ നമ്മളിത് കേട്ടു പറയുന്നൊരു കാര്യമാണ്. അത് ഷാജി ഇന്നും അത് ചൂണ്ടിക്കാണിച്ചിരിക്കും. പൊതുവേദിയുടെ താഴെ വരുന്ന കമൻറ്റ് പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊതു ചർച്ചയാണ്. താല്പര്യമില്ലാത്തവർക്ക് ഇറങ്ങിപ്പോൾ ആരെയും ഇവിടെ നമ്മൾ ബലം പിടിച്ച് കെട്ടിയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ വൈകുന്നേരം പ്രേക്ഷകരെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിലേക്ക് സഭ്യതയുടെ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്നവർ മാത്രം വന്നാൽ മതി എന്ന് ഞാൻ പറയുകയാണ്. അത് ഈ കമൻറ്റുകളിലും നമ്മളത് പാലിക്കണം എന്ന് തന്നെയാണ് ഷാജി ഭാസ്കറും പറയുന്നത്. ഞാൻ അതിനോട് ഉൾക്കൊള്ളുന്നു. അനിൽകുമാർ ഇത് ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണൻകുട്ടിയെ പിന്തുണയ്ക്കുന്നു ഷാജി ഭാസ്കർ. ഗ്ലാഡിയേറ്റർ പറയുന്നു റീ എഡിറ്റിങ്ങിന് മുമ്പ് കണ്ടവർ 2 മിനിറ്റ് പീഡനം കാണാൻ പോയതായിരിക്കുന്നു. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി ഈ ചലച്ചിത്രം കണ്ടോ? ശ്രീ മുഹമ്മദ് മഞ്ചേരി നമസ്കാരം സാറേ. ഈ ചലച്ചിത്രം കണ്ടോ? കണ്ടിട്ടില്ല, കാണാൻ പോയിട്ടില്ല. ഞാൻ കാല് മുറിഞ്ഞ് കിടക്കല്ലേ. അപ്പൊ അങ്ങക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പൊതുവേദിയിൽ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഏതായാലും ഇത് കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സുരേഷ് രാജ് പറയുന്നു സുരേഷ് രാജ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വീണടം വിഷ്ണു ലോകം കൃഷ്ണദാസ് പറയുന്നു TP 51 വെട്ടിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഗോളാന്തരം പറയുന്നു നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് ഉണ്ണി പറയുന്നു. TP 51 വെട്ടിനെ കുറിച്ചാണ് പല പ്രേക്ഷകരും ഇപ്പോൾ കമൻറ്റുകളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അജിംസ് മൂവാറ്റുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അജിംസ് ഈ ചലച്ചിത്രം കണ്ടോ? അജിംസ് സാർ ഞാൻ ഈ ഇന്നലെ പോയാണ് ഞാൻ കണ്ടത്. അത് ഇത് പടം വെട്ടിമാറ്റാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇന്നലെ ധൃതി പിടിച്ചു പോയത്, അതോ ഇന്നലെ പെരുന്നാളിന്റെ ഒരു ആഘോഷമായിട്ട് പോയതാണ്? അല്ല, പെരുന്നാൾ കഴിയുന്ന ദിവസം പോയി കാണാം എന്ന് വിചാരിച്ചു പോയി. അപ്പോ അറിയുന്നു ഇതിപ്പോ വെട്ടുമാറ്റും അടുത്ത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷ കൂടി പെട്ടെന്ന് പോയി കാണാന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സുരേഷ് ഗോപി പറയുന്നു ഇത് ഒരു വിവാദ തന്ത്രമാണ്, ഇതെല്ലാം ബിസിനസ്സാണ്, ആളുകളെ പ്രകോപിപ്പിച്ചു വിട്ട് അവരെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയ രീതിയാണിതെന്ന്, അതിനപ്പുറത്തേക്ക് വലിയ കലാമൂലമുള്ള ഒരു സിനിമയാണിതെന്ന് ശ്രീ അജംസിന് തോന്നിയോ? ഇത് പോയി കണ്ട എനിക്ക് തോന്നിയത് സാർ ഇത് ഒരിക്കലും ഒരു ബിസിനസ് തന്ത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില സംഘടനകള് ഇതിന് എതിരായിട്ട് വന്ന് ഇത് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. കാരണം അത് അവരുടെ മുൻകാല ചെയ്തികളുമായിട്ടുള്ള ഒരു സാമ്യം ഒരു പക്ഷേ ഇതിന് ചിത്രത്തിൽ വന്നിട്ടുണ്ടാകാം. ഒരിടത്തും ആ സിനിമയെ കുറിച്ച് ഈ സമയം ഗുജറാത്തിന്റെയോ ഗോദ്ര അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല. ചില ചിത്രങ്ങൾ കാണിച്ചങ്ങ് പോകുന്നു. അത് പല സമയങ്ങളിലും നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പല സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന പോലെ തന്നെ ഒരു ആവിഷ്കാരമാണ് ഞാൻ അതിലും കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് ഒരു മതത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലോ ഒരു വിമർശനം അതിൽ ഉന്നയിക്കുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു, ഒപ്പം അതിനോടൊപ്പം ഒരു സിനിമയും കണ്ടു. സന്തോഷം ശ്രീ അജംസ്, താങ്കൾ പൊതുവേദിക്കൊപ്പം ചേർന്ന അഭിപ്രായം പങ്കുവച്ചതിന്. സ്പോർട്സ് ഗുരു നമ്മുടെ രമേഷ് കുമാർ എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയോട് യോജിക്കുകയാണ് സ്പോർട്സ് ഗുരു. ഷിജു ചോദിക്കുന്നത് ഈ അജംസ് എന്ന് കേട്ടുകൊണ്ട് അത് മീഡിയ വണ്ണിലെ ആങ്കർ ആണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഇത് ഒരു പ്രേക്ഷകനാണ് അജംസ്. ഡയമണ്ട് നമ്മളോട് ചോദിക്കുന്നത് മാധ്യമങ്ങൾ ഞാൻ ആരുടെ ഭാഗത്താണെന്നാണ്. ഞാൻ ഇപ്പോൾ ആരുടെയും ഭാഗത്തല്ല. ഞാൻ ഒരു ജനകീയ വിഷയം വരുമ്പോഴാണ് പ്രധാനമായും അതിൽ ഇടപെടുന്നത്. കാരണം സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ള അറിവ് എനിക്കില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ അത് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന്
പറയാനുള്ള ഒരു അറിവ് എനിക്ക് സത്യത്തിലില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ സാധാരണ ഈ അക്രമവാസനകൾ കുറഞ്ഞതും മനുഷ്യർക്ക് നല്ല സന്ദേശങ്ങൾ നൽകുന്നതും ആളുകളെ ഒന്നിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതും തകർന്നിടത്തു നിന്ന് വീണ്ടും പൊരുതി മുന്നേറാൻ അവർക്ക് ഊർജം നൽകുന്നതും ഒക്കെ ആയിട്ടുള്ള കലാമൂല്യങ്ങളെ ഒരു വശത്ത് നമ്മൾ അംഗീകരിക്കുന്നു. യഥാർത്ഥ മനുഷ്യരുടെ കഥയും ഒരു സിനിമ എന്ന തരത്തിൽ നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ അത് പ്രചോദനമാകുന്നു എന്നിടത്തുള്ളൊരു സിനിമയാണ് ഞാൻ പൊതുവെ അംഗീകരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ അത് അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. അത് എൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടാണ്. അതെങ്ങനെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലിയോ നമുക്കൊപ്പം ചേർന്നുണ്ട്. ലിയോ എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നു. മൈ നെയിം ഈസ് ലിയോ. എനിക്ക് നമസ്കാരം പറയുകയാണോ അതാ ഇതിൻ്റെ ഭാഗമായുള്ള നമസ്കാരമാണോ എന്നറിയില്ല. ഓക്കെ. നഫീസ റഹീം നഫീസ എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് നഫീസ, അവിടെ പെരുന്നാളൊക്കെ ആഘോഷിച്ച് കലക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടർക്കിഷ് തർക്കം മറക്കരുത് എന്ന് ലിയോ പറയുന്നു. എന്താ എനിക്കത് മനസ്സിലായില്ല. ലിയോ അത് വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാലിച്ചൻ പറയുന്നു BJP-ക്കാരാണ് ഈ ചിത്രം വിജയിപ്പിച്ചത്. ഇന്നലെ വളരെ നാളുകൾക്ക് കൂടി ആണ് താൻ ഒരു സിനിമ കാണുന്നതെന്നാണ്. അപ്പോൾ BJP-ക്കാർ ചിത്രം വർദ്ധിപ്പിച്ചു, അതിൻ്റെ കളക്ഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നവർ ധാരാളമാണ്. അനിൽകുമാർ പറയുന്നു ദിസ് ഇസ് മൂവി ഫോർ ഇന്ത്യ എന്ന് പറയുന്നു. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ ധൈര്യമില്ലാത്ത മോഡിയാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നു ജിൽസ്. ഓക്കെ. അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തിയാൽ എത്ര കാലം എന്ന് പറയുകയും ചെയ്യുന്നു. ഓക്കെ. ഷിജു കരിയത്ത് മനുഷ്യ എന്നൊക്കെ വിളിച്ച് എന്നോട് ഇംഗ്ലീഷിൽ മലയാളം എഴുതുന്നുണ്ട്. ഓക്കെ, എനിക്കത് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ല. ഇതിങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇംഗ്ലീഷിൽ മലയാളം എഴുതുമ്പോൾ വായിക്കാൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ഏതായാലും ഷിജു കുര്യത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളുണ്ട്. ഞാനത് പിന്നീട് വായിക്കും കേട്ടോ. ഷിജു, സിനിമയെ സിനിമയായി കാണാൻ പറ്റാത്തവർ സിനിമ കാണാൻ പോകരുത് എന്ന് കാർലോയും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ബാബു ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പൊതുവേദി ബാംഗ്ലൂരിൽ ഇരുന്ന് കാണുന്നു എന്നറിയുന്നതിൽ തന്നെ സന്തോഷം. നമുക്ക് ഒരുപാട് പ്രേക്ഷകർ ബാംഗ്ലൂരിൽ നിന്ന് പൊതുവേദി കാണുന്നുണ്ട്. ബാബു, അവിടെ എങ്ങനെയാണ് ഈ ബാംഗ്ലൂരിൽ ഈ സിനിമയ്ക്ക് വലിയ തള്ളിക്കയറ്റം ഉണ്ടോ തിയേറ്ററുകളിൽ? ഞങ്ങള് 7 പേര് ഞങ്ങള് പല പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞിട്ട് 7 പേര് സിനിമയ്ക്ക് പോയി. എന്നാ പോയത്? അത് പോയത് സൺഡേ. അപ്പൊ സൺഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 7 പേർ മറ്റെല്ലാ പ്രോഗ്രാമും കളഞ്ഞ് സിനിമയ്ക്ക് പോയി. അത് ഈ സിനിമ ഒരു വിവാദ സിനിമയായതുകൊണ്ടാണോ അതോ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഇഷ്ടമായതുകൊണ്ടാണോ? നാട്ടിലെല്ലാരും ഭയങ്കര തെള്ളും ബഹളവും കണ്ടോണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ സിനിമ ഒന്ന് കണ്ടു കളയാന്ന്. ഞാൻ സിനിമ കാണാറില്ല, പക്ഷെ എന്റെ വൈഫും എന്റെ മക്കളും എല്ലാരും കൂടെ കൂടിക്കൊണ്ട് ഞങ്ങൾ 7 പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ മാളിലായിരുന്നു, ഒരു മാളിനകത്തായിരുന്നു. മാളിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു മനുഷ്യനും ഇല്ല. ഞങ്ങള് 7 പേരും ഉണ്ട്, പിന്നൊരു 10 പേര് വന്നു. ടിക്കറ്റ് ബുക്ക് എല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞതാ? എന്താ സാറേ? അല്ല, ടിക്കറ്റ് മുഴുവൻ ഫുള്ളാണെന്ന് പറഞ്ഞതാരാ? ഫുള്ളാണെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പം ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവര് പറയുന്നു ടിക്കറ്റ് ഫുള്ളായി പോയെന്ന് പറഞ്ഞു. നിങ്ങളുടെ 7 എണ്ണേ ഉള്ളൂ, ഇനിയും ഫുള്ളായെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഞങ്ങളല്ലാതെ ആരും ഇല്ല അവിടെ. പിന്നെ കുറേ കഴിയുമ്പോ ഒരു 3:10 അത് സ്റ്റാർട്ട് ആയത്. അപ്പോഴത്തേനും ഒരു 10 പേരൂടെ വന്നു. അങ്ങനെ ഒരു 10-17 പേരുണ്ട്, അത്രേ ഉള്ളൂ ആ തിയേറ്ററിനകത്ത്. ഇതെന്തോ സാറേ, ഇതെന്തോ കഥയാ ഇത് മനുഷ്യന് കാണാൻ കൊള്ളാവുന്ന അല്ലെന്നാ ഞങ്ങൾ പറയുന്നത്. കാരണം വെറുതെ ഞങ്ങള് പോയതിൽ 3-4 പേരിരുന്ന് ഉറങ്ങുമായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു എന്റെ വൈഫ് പറഞ്ഞു നമുക്ക് AC-ക്കകത്തിരുന്ന് ഉറങ്ങാം, ഏതായാലും പൈസ പോയില്ലേ, 350 രൂപ ഒരാൾക്ക്. അപ്പൊ ഇത്രയും പൈസ കൊടുത്തിട്ട് ഏതായാലും പോയില്ലേ, ഇവിടെ നിന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്? വയലൻസ് കൂടി എന്നുള്ളത് കൊണ്ടാണോ? അതിനകത്ത് എന്തോ അടിയും പിടിയും അല്ലാതെ ഒന്നുമില്ല. ഒരു മനുഷ്യൻ ഒരു കഥ വേണം, ഒരു പാട്ട് വേണം, ഒരു ലവ് സീൻ വേണം, ഇതൊന്നുമില്ല. ചുമ്മാതെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്ന കാണിക്കുന്നു, അതാണോ ഒരു ലവ് സീന്? ഇതൊക്കെ മനുഷ്യൻ ചെയ്യാവുന്ന വേലയാണോ? ഇതൊക്കെ പൈസ മനുഷ്യന്റെ പിടിച്ചു മറങ്ങാനെ കൊണ്ടുള്ള വേലയല്ലേ? അല്ല, പക്ഷെ അത് ചില വർഗീയ ലഹളകൾ ഉണ്ടായാൽ അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ അതെല്ലാം വർഗീയ ലഹള ഉണ്ടാകുന്ന നമ്മളെ കണ്ടു പഠിപ്പിക്കുകയാണോ അവര്? ഞങ്ങളെ വർഗീയ ലഹള ഉണ്ടാകാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണോ അവര് ചെയ്യേണ്ടത്? ആണോ? അപ്പൊ ഇത് ശ്രീ ബാബുവിനും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ഭാര്യയ്ക്കും മക്കൾക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്റെ കൂടെ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഒരുത്തൻ ദുബായിൽ നിന്ന് വന്നാണ്, ഒരുത്തൻ ഇവിടെ ബിസിനസ്സുകാരനാണ്, അവന്റെ ഭാര്യയാണ്, അവന്റെ മക്കളാണ്, എല്ലാരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാരും പോവാന്ന് പറഞ്ഞു. ഒരു ഇന്റർവ്യൂലായപ്പോഴത്തേനും ഒന്നുമില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട, നമുക്ക് ഏതായാലും AC ആണ്, ഇതിനകത്ത് കയറിയിരിക്കുക, ഏതായാലും ഒന്ന് തീരട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടിയും മുഴക്കമുണ്ട്, ഒരു തല്ലും പിടിയും ബഹളവും ഉണ്ട്.
അല്ലാതെ എന്തുവാ സാറേ ഉള്ളത്? ഈ മോഹൻലാലിനെ കണ്ട മോഹൻലാൽ കൂടെ നിന്ന് സംസാരിക്കുന്നത് ആരാണ്? ശ്രീ ബാബുവിന്റെ കൂടെ സംസാരിക്കുന്ന ആരാ? എന്റെ വൈഫാണ് അടുത്തിരിക്കുന്നത്. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് പൊതുവേദി കാണുകയാണ്. പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇല്ല സാറേ, ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിന്റെ ഫേസ് അല്ല കാണിച്ചത്, ഏതോ ഒരു കാട്ടുകാളന്റെ കൂട്ടിരുന്നു പിന്നെ കാണിച്ചു. അതാ ഇങ്ങനെയൊക്കെയാണോ സാറേ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ? എനിക്ക് 75 വയസ്സുണ്ട്, 76 വയസ്സുണ്ട്. ഞാന് എത്രയോ പിക്ചറുകൾ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ നമുക്ക് ഓർമ്മ വയ്ക്കും, ഇന്നും ഓർമ്മയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് വീട്ടിൽ വരുമ്പോ ജീറോയാ. എന്താ സാറേ ഇത് പിക്ചറാണ്? അപ്പൊ ശ്രീ ബാബുവിന്റെ ഭാര്യയും ചിത്രം ഇഷ്ടപ്പെട്ടില്ല. എന്താണ് അവരുടെ പേരെന്താണ്? അങ്ങയുടെ ഭാര്യയുടെ പേരെന്താ? ജോളി. ജോളി. അപ്പൊ ചേച്ചിയും സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന നിലപാടാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും സാറേ, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ അവർക്കെന്തോ പറയാനുണ്ടെങ്കിൽ ഫോൺ അവർക്കും കൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഭാര്യയ്ക്ക് പറയാനുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ ഫോൺ അവർക്ക് കൂടി കൊടുക്കാവുന്നതാണ്. ഹലോ. ശ്രീമതി ജോളി, സന്തോഷം പൊതുവേദിയിൽ ചേർന്നതിന്, കുടുംബസമേതം ഇരുന്ന് പൊതുവേദി കാണുകയും ചെയ്തതിന്. എന്താണ് ഈ വയലൻസ് കൂടിയതാണോ ശ്രീമതി ജോളിയെ? സ്റ്റോറി എന്താണ്? കഥയില്ല എന്നായോ? അത് ശരി. സ്റ്റോറിയില്ല, പാട്ടില്ല, പ്രേമരംഗങ്ങളില്ല, ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. പിക്ചർ എന്ന് പറഞ്ഞാൽ അടിയും പിടിയും അല്ലാതെ ഒന്നുമില്ല. അടിയും പിടിയും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ, കുത്തും കൊലയും കൊലപാതകവും, അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പിക്ചറിലും അതുപോലെ കണ്ടു. ഇനിയുള്ള പിള്ളേരും അതുപോലല്ലേ ചെയ്യത്തുള്ളൂ. നല്ലൊരു ആടുജീവിതം ഇതുപോലായിരുന്നു. പൃഥ്വിരാജിന്റെ ആടുജീവിതം അതും ഇതുപോലായിരുന്നു. നമ്മൾ വെറുതെ പൈസ കൊടുത്ത് പോന്നു. ഇനി മേലാൽ ഒരു മലയാളം പിക്ചർ കാണാൻ ഞങ്ങൾ പോകത്തില്ല. അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ശ്രീമതി ജോളിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? അത് എനിക്ക് ഇഷ്ടമാണ് മധു. ഓക്കെ. മധു, പ്രേംനസീർ, അവരുടെയൊക്കെ പിക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ സ്റ്റോറി ഉണ്ട്. ഇത് സ്റ്റോറി ഇല്ല, മറ്റു ഒന്നുമില്ല. പിള്ളേരെ അടികൂടാനാണോ അതോ ഇതെന്തുവാണിത്? ഇതെന്താണ് ഇതിന്റെ അർത്ഥം? എനിക്ക് മലയാളത്തിനെ പറ്റി കൂടുതൽ പറയാത്തില്ല. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെയാണ്. അപ്പൊ എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സാറേ, ഇതൊരു പിക്ചർ അല്ല. പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാരി കൊടുക്കുമല്ലോ. ഇങ്ങനാണോ പൈസ ഉണ്ടാക്കുന്നത്? വേണ്ട. ഒരു സ്റ്റോറി വേണം, ഒരു പാട്ട് വേണം, ഒരു കഥ വേണം. ഇതൊന്നുമില്ല സാറേ. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തുള്ള പിക്ചറുകൾ പ്രൊഡ്യൂസ് ചെയ്യരുത്. ഏതായാലും സന്തോഷം. ശ്രീമതി ജോളിയും അവരുടെ ഭർത്താവ് ബാബുവും ബാംഗ്ലൂരിൽ നിന്നാണ് വിളിച്ചത്. അവരെ നിരാശരാണ്. ഓരോരുത്തർ സിനിമ ഓരോ താല്പര്യം കൊണ്ടാണ് കാണുന്നത്. വളരെ നന്ദി. ഏതായാലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. ചിലർക്ക് സിനിമ കാണാൻ പോകുമ്പോൾ അവരെ വല്ലാതെ മൂവ് ചെയ്യുന്ന ചില പാട്ടുകൾ, കുടുംബരംഗങ്ങൾ, ചില പ്രശ്നങ്ങളിൽ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്ന ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഭാര്യ, കുടുംബം ഒന്നിച്ച് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ സിനിമയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ അവരെ തെറ്റ് പറയാം. ഏതായാലും ഷാജി ഭാസ്കർ സാധാരണ എന്നെ വിമർശിക്കുന്ന ആളാണ്. ഇന്ന് എനിക്ക് തംസപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും ഓക്കെ. ശ്രീദാസൻ ഈ ചലച്ചിത്രം കണ്ടോ? ശ്രീദാസൻ, ഞാൻ ഈ പ്രധാനമായി ചലച്ചിത്രം കണ്ടവരുടെ ഒരു ഇതാണ് അന്വേഷിക്കുന്നത്, അതുകൊണ്ടാണ്. ഇല്ല, പക്ഷെ ഞാനതല്ല മനു പറയുന്നത്. ഈ ചിത്രം ഈ ചിത്രം ആദ്യം തുടക്കം മുതൽ കാണിക്കണമായിരുന്നു. അങ്ങനെ ആ ഗോദ്രയുടെ തീവപ്പ് പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മൾ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ കിസാർ കുർത്തി കാണേണ്ട സിനിമ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അല്ല, നമ്മുടെ ചർച്ച അതല്ല. ഞാൻ ചോദിക്കുന്നത് ഇത് വിവാദം ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഏതായാലും ശ്രീദാസൻ കണ്ടു. നമുക്ക് മറ്റൊരു ദിവസം കുറച്ചും കൂടെ വിശദമായി സംസാരിക്കും. ഇന്ന് നമ്മുടെ വിഷയം ഈ വിവാദമാണോ ഈ സിനിമ കാണാൻ കാരണം എന്നതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് പ്രേക്ഷകർ എങ്ങനെ കമൻറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ശ്രീ റഷീദ് സിനിമാ പ്രേമിയാണ്. അദ്ദേഹം സിനിമ കാണും. പെരുന്നാളായതുകൊണ്ട് വ്രതാനുഷ്ഠത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പല ഇതിലൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് ശ്രീ റഷീദ് പോയി സിനിമ കണ്ടോ? ശ്രീ റഷീദ് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാദ റീലുണ്ടല്ലോ, അത് എല്ലാ മീഡിയകളിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടിട്ടുണ്ട്. സിനിമ കാണാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് എന്റെ ഫാമിലി മീറ്റ് നടക്കുന്നുണ്ട് നാളെ. പക്ഷേ ഈ വ്യാജ പതിപ്പിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ. നമ്മൾ എന്തായാലും വ്യാജ പതിപ്പല്ല, അത് അതിന്റെ ഒറിജിനൽ റീലായിട്ടാണ് അവര് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് കണ്ടുകൊണ്ടൊരു വേദനാജനകമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു ഭാരതീയ സംസ്കാരം എല്ലാത്തിനെയും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരു മനസ്സുള്ളവരാണ് ഭാരതീയർ. അപ്പോ ആ ഒരു നിലവാരം എല്ലാം ഇതിൽ നമ്മൾ കാണുന്നത്. കാരണം നാട്ടിലെ ഈ വല്ലാത്ത ഒരു സാഹചര്യത്തെ വല്ലാതെ ഈ അഭ്രവാളിയിൽ
ദൃശ്യാവിഷ്കാരം നടത്തിക്കൊണ്ട് വല്ലാതെ ആളുകളെ തെറ്റിപ്പിക്കുന്ന വെറുപ്പിന്റെ ഒരു ഇത് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഒട്ടും ശരിയല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കാരണം ചരിത്ര സത്യങ്ങളെ എക്കാലവും മൂടിവെക്കാൻ കഴിയില്ല. അത് റഷീദ്, ഒരു ചെറിയ സെക്കൻഡ്, എനിക്കൊരു ചെറിയ സാവകാശം തരണം. ശ്രീമതി വീണ ജോർജ്, നമ്മുടെ മന്ത്രി മാധ്യമങ്ങളെ കാണും. നമ്മുടെ ആശമാർ ഉയർത്തുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നും ആണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ശ്രീ ബാലൻ നമുക്കൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ബാലൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ബാലൻ, താങ്കൾ ഈ ചലച്ചിത്രം കണ്ടോ? ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. അജയ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനു ഇനിയും കണ്ടില്ലേ എന്നോട് ഷിജു ചോദിക്കുന്നു. മനു ഇനിയും കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ഷിജു കിരിയത്താണ്. ഞാൻ സിനിമ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. നേരത്തെ തന്നെ ഞാനത് വ്യക്തമാക്കുകയും ചെയ്തു. ഓക്കെ, യെസ്, നമുക്ക് എന്നോട് ജോസഫ് പറയുന്നത് KSFE ചിട്ടി ഒരു ദിവസം വിഷയമാക്കണം എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അതിലെ വിഷയം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ പ്രേക്ഷകൻ അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ശ്രീ അജയ് കുമാർ, ഈ സിനിമ കണ്ടോ? ശ്രീ അജയ് കുമാർ. ഇല്ല മനു, കണ്ടില്ല. ഓക്കെ, അങ്ങക്ക് ഈ സുരേഷ് ഗോപിയുടെ പ്രതികരണം, ഞാനിത് പ്രധാനമായി സിനിമ കണ്ടവരുടെ ഒരു പ്രതികരണമാണ് പ്രധാനമായി ഉദ്ദേശിച്ചത്. ഏതായാലും അങ്ങക്ക് എന്ത് തോന്നി? ഈ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നാൻ വഴിയുണ്ടോ? സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്താണെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഓക്കെ, എന്നാൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. യെസ്, നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും കൃഷ്ണദാസ് എന്നോടൊപ്പം ചേരുന്നു. മനു സിനിമ കണ്ടു എന്ന് അറിഞ്ഞതിലുള്ള സന്തോഷമാണ് ഷാജി ഭാസ്കർ പ്രകടിപ്പിച്ചത് എന്ന് കൃഷ്ണദാസ് എന്നോട് പറയുന്നു. സെബാസ്റ്റ്യൻ ചെറമേൽ പറയുന്നു, ഇന്നാണെങ്കിൽ PJ ആൻ്റണിയുടെ MT എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ കഥ PJ ആൻ്റണിയുടെ കാര്യം, അതായത് നമ്മുടെ MT വാസുദേവൻ നായരുടെ ചലച്ചിത്രം ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും സാഹചര്യം എന്ന കാര്യം കാണിക്കും ഒരുപക്ഷെ സെബാസ്റ്റ്യൻ ചെറമേൽ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുന്നത്, മനു ഏത് തിയേറ്ററിലാണ് സിനിമ കണ്ടത്? ഞാൻ ഈ കഴക്കൂട്ടത്തുള്ള തിയേറ്ററിലാണ് സിനിമ കണ്ടത്. കാരണം ഞാൻ ഇത് രാത്രിയാണല്ലോ ഇത് പെട്ടെന്ന് വെട്ടിമാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൗതുകം കേട്ടോ. ഞാൻ സാധാരണ സിനിമ അങ്ങനെ ഇടിച്ചു പോയി കാണാറുള്ള ഒരാളല്ല. പലപ്പോഴും എന്നെ വീട്ടുകാർ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ സിനിമ കാണാറ്. അല്ലാത്ത OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കാണുന്നത് പലപ്പോഴും കട്ട് ചെയ്ത് പല കഷ്ണങ്ങളായി, അല്ലെങ്കിൽ കുറച്ച് നേരം പിന്നെ കണ്ട് പിന്നെ കുറച്ച് നേരം അതിനുശേഷം കണ്ട് അങ്ങനെയൊക്കെയാണ്. ചില സിനിമകൾ വളരെ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് ഞാൻ മുഴുനീളം ഇരുന്ന് കാണാറുള്ളത്. പക്ഷേ ഇന്നലെ വല്ലാത്തൊരു കൗതുകമുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ ക്രൈം ബുള്ളറ്റിൻ ചെയ്യുന്ന പ്രദീപ് നെടുമണും ഞാനും ചേർന്ന് ഈ സിനിമ നമുക്ക് എന്ത് വില കൊടുത്തും കാണണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ പ്രദീപ് കണ്ടെത്തി ഇങ്ങനെ രാത്രി 12 മണിക്ക് 12:30 മറ്റോ ഒരു ഷോ ഇവിടെ കഴക്കൂട്ടത്തുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി 12:30 പോയി വെളുക്കുവോളം ഇരുന്ന് സിനിമ കണ്ടു. ഓക്കെ, ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നോട് ചോദിക്കരുത്, കാരണം അത് സിനിമ എല്ലാവരും കണ്ട് അവരവർ തീരുമാനിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീ ഉണ്ണിയേരിയാണ്. ശ്രീ ഉണ്ണിയേരി. ശ്രീ ഉണ്ണിയേരി എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് മലപ്പുറം ജില്ലയില് ഏറനാട് താലൂക്കില് ചെറുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചെറുവായൂർ എന്നാണ്. ഓക്കെ, ചെറുവായൂര്. ശ്രീ ഉണ്ണിയേരി സിനിമ കണ്ടോ? സിനിമ കണ്ടിട്ടില്ല. ഞാനിപ്പോ സിനിമ കാണുമ്പോ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആണോ? ഓക്കെ, അത് ശരി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ആദ്യം അങ്ങോട്ട് ചോദിക്കാം. പിന്നെ ഈ സിനിമയിൽ വിവാദം ഉണ്ട് ഇല്ല എന്നുള്ള തർക്കമാണല്ലോ സാർ. ശരി, എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് ഇത് നമുക്ക് ധാരാളം പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഒറ്റ വരിയിൽ ചോദിക്കും. 104 വർഷം മുമ്പ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ദീപ്തി എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുന്നു ഗോവയിൽ നിന്ന്. ദീപ്തി, ഗോവയിൽ നിന്ന് പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ദീപ്തി സിനിമ കണ്ടോ? ദീപ്തി. കണ്ടു സാറേ. ശനിയാഴ്ച സാറ്റർഡേ ഞങ്ങൾ പോയി കുടുംബസമേതം പോയി കണ്ടായിരുന്നു. അത് ശരി, ഗോവയിലാണോ താമസിക്കുന്നത് അതോ ട്രിപ്പിന് വല്ല ഉല്ലാസം? വർക്ക് ചെയ്യുന്നത് ഗോവയിലാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായിട്ട് ജോലി ചെയ്യുന്നു അവിടെ? ഞാൻ സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ, യെസ്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികളെക്കുറിച്ചൊക്കെ ഒരു ചിന്തയുണ്ടാകും. സ്വാഭാവികമായി നല്ല സിനിമകളെക്കുറിച്ചൊക്കെ അവർക്കൊരു ധാരണയുണ്ടാകും. അപ്പോൾ ഭർത്താവും ഒക്കെ ഈ സിനിമ കണ്ടപ്പോൾ എന്താ പറഞ്ഞത് ശ്രീ ദീപ്തിയോട്? നല്ലതാണെന്നാണോ? നല്ലൊരു അഭിപ്രായം സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം എന്റേത്, ഈ വിവാദം കൊണ്ടാണോ പെട്ടെന്ന് ചാടിപ്പോയി സിനിമ കണ്ടത്, അതോ പൃഥ്വിരാജിനെ മോഹൻലാലിനെ ഇഷ്ടമായതുകൊണ്ട്? അതെ, ഇത്തരം പ്രശ്നം എന്തുവാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഈ പടം കാണാൻ പോകുന്നത്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ വിവാദം നടക്കുന്നത് ഗോവയിൽ നമ്മൾ മലയാളികളൊക്കെ അറിയുന്നുണ്ട് അല്ലേ? ഇവിടെ അറിയുന്നുണ്ട്. നമ്മൾ യൂട്യൂബിനകത്തൂടെ കണ്ടത് എന്തോ പ്രശ്നം
ഇതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ഒരു ആകാംക്ഷയോട് പോയി കണ്ടതാണ്. അത് ശരി, അത് കൊള്ളാം. അപ്പോൾ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. ആ മോഹൻലാലിനെയാണോ ഇഷ്ടപ്പെട്ടത്, പൃഥ്വിരാജിനെയാണോ? രണ്ടുപേരും കുഴപ്പമില്ല, രണ്ടുപേരും നല്ലതായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ പ്രധാനമായ ആകർഷണീയമായ ഒരു ഘടകം എന്താണ്? അത് പല പല രാജ്യങ്ങളെയൊക്കെ കാണിക്കുന്നു, കുറേ വലിയ നമ്മളെ ഹോളിവുഡ് സ്റ്റൈലിലേക്കൊക്കെ ഈ സിനിമ എടുത്തിരിക്കുന്നു. അതൊക്കെ ദീപ്തിയെ ആകർഷിച്ചോ? എന്താണ് അതിൽ? അതോ മോഹൻലാൽ എന്ന നടന വിസ്മയമാണോ ആകർഷിച്ചത്? ഇല്ല, അങ്ങനല്ല സാറേ. ഒരു നടന്ന ഒരു സംഭവം അല്ലേ, അത് നമ്മൾ കണ്ടപ്പം അതിൻ്റെതായ ഒരു ഫീലിംഗ് വന്നു, അത്രേ ഉള്ളൂ. വന്നു. അപ്പോൾ ആരൊക്കെയാ പോയത്? ഒറ്റയ്ക്കാണോ അതോ കുടുംബം? ഫാമിലി ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഇത് വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പക്ഷേ ആളുകൾ തിയേറ്ററിലേക്ക് കൂടുതൽ പോയിട്ടുണ്ടാകാം. പക്ഷേ നല്ല സിനിമയാണ് എന്നാണ് ശ്രീദീപ്തി പറയുന്നത് അല്ലേ? യെസ്, ഓക്കെ. ഏതായാലും ദീപ്തി ഗോവയിൽ നിന്നാണ് നമുക്കിപ്പം ചേർന്നത്. വളരെ നന്ദി. അപ്പോൾ ഒരുപാട് മറുനാടൻ എന്നല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ നമ്മുടെ പൊതുവേദിയിൽ ഇരുന്ന് കാണുകയും അവരൊക്കെ ഈ വിവാദങ്ങളിൽ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയും എന്നതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട്. ശ്രീ അരവിന്ദാക്ഷൻ പാലക്കാട് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അരവിന്ദാക്ഷൻ, ഈ സിനിമ കണ്ടോ? നമസ്കാരം. സിനിമ കണ്ടോ? ഞാൻ കണ്ടില്ല. ഓക്കെ, നമ്മൾ പ്രധാനമായി ഈ സിനിമ കണ്ടവരുടെ ഒരു പ്രതികരണമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് അരവിന്ദാക്ഷൻ, നമ്മളിപ്പോ ഈ പരസ്യം കൊടുത്ത് സാധാരണഗതിയിൽ ഇപ്പോ സമീപകാലത്ത് വരുന്നത് പരസ്യം കൊടുക്കുക, അത് വിവാദം പരസ്യമായി മാറിയോ? അല്ല, പരസ്യം കൊടുക്കുക, നമ്മള് എല്ലാ തിരക്കും മാറ്റി വെച്ച് ഓടിപ്പോയി കാണുക, ഇതൊരു ബിസിനസ് അല്ലേ? ഓക്കെ, ശരി. യെസ്, എന്തായാലും ഞാൻ ഈ സിനിമ കണ്ട ആളുകളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സംസാരിക്കാം. ഷിജു എന്നോട് പറയുന്നത് ദീപ്തി നല്ല റിവ്യൂ ആണ് പറഞ്ഞതെന്ന് പറയുന്നു കേട്ടോ. ദീപ്തിക്ക് നമ്മുടെ പ്രേക്ഷകരൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഭർത്താവിനോടും പറയുക, പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ ദീപ്തിയുടെ റിവ്യൂവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു നല്ല സിനിമ റിവ്യൂവറായി മാറാനൊക്കെയുള്ള ഒരു ടാലൻ്റുള്ള ആളാണ് ദീപ്തി എന്നാണ് പൊതുവെ ആളുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകനിലേക്ക് ബിനു. ബിനു, ഈ സിനിമ കണ്ടോ? ഞാൻ കണ്ടു. ബിനു പോയത് വിവാദമായത് കൊണ്ടാണോ, അതോ ഇതിൽ ഒരു കലാമൂല്യം ഉള്ളത് എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണോ, അതോ മോഹൻലാലിനെയും നമ്മുടെ പൃഥ്വിരാജിനെയും മഞ്ജു വാര്യരെയൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണോ? മോഹൻലാലിന്റെ ആരാധകനാണ്. അത് മാത്രമല്ല, ഇത് ബഡ്ജറ്റ് കൂടിയ സിനിമ ആയതുകൊണ്ട് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് ഒന്ന് നോക്കണമായിരുന്നു അല്ലേ? എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. മേക്കിംഗ് എല്ലാം ഞാൻ പ്രതീക്ഷിച്ച ലെവലിൽ വന്നിട്ടുമുണ്ട്. മേക്കിംഗ് കഥാപരമായി കുറച്ച് പോരായ്മകളുണ്ട്. പക്ഷെ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, അതായത് വാണിജ്യപരമായ കുറച്ച് കാര്യങ്ങളാണ്. ഈ 180 കോടി മുടക്കിയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അപ്പം ഇതിനു മുന്നേ ഒരു മലയാള സിനിമയും 70 കോടിക്ക് മേളിൽ റിട്ടേൺ വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 180 കോടി രൂപ മുടക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് തിരിമറികളൊക്കെ കാണിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഈ സിനിമയ്ക്ക് ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തോളം ഈ കേരളത്തിന് പുറത്തുള്ള, അതായത് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുള്ള റൈറ്റുകളെല്ലാം കൂടെ വിറ്റേക്കുന്നത് 40 കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. OTT റൈറ്റ്സ് 30 കോടി രൂപ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 40 ചോദിച്ചാൽ അത് 30-ന് എഗ്രിമെന്റ് ആക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അത് ഉറപ്പല്ല. അതായത് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം 80 കോടി രൂപ തിരിച്ചു വന്നിട്ടുണ്ട്. ബാക്കി 100 കോടി രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യണം. അതായത് ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഒരു 240 കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നല്ലേ പറയുന്നത്? അതെ, അത് വിദേശത്തെ കളക്ഷനാണ്. വിദേശ രാജ്യത്തെ അന്യ സംസ്ഥാനങ്ങളിലെ കളക്ഷൻ ചേർത്താണ്. ഇതിന് നിർമ്മാതാവിന് പൈസ കിട്ടണമെങ്കിൽ ടാക്സും തിയേറ്ററുകാരുടെ വിഹിതവും കഴിഞ്ഞ് നിർമ്മാതാവിന് 100 കോടി രൂപ കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു 240 കോടി രൂപ ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടണം. അപ്പൊ അതിന് വിവാദം ഉണ്ടാക്കുക. അല്ലാതെ ഈ സിനിമ ഇത്രയും കേരളത്തിന് അസാധ്യമാണ്. ഇതിനു മുന്നേ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും കൂടിയ കളക്ഷൻ കിട്ടിയ പടം 89 കോടി കേരളത്തിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയിട്ടുണ്ട്. ഈ ബിനു ഇത് വളരെ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ട്. ബിനു സിനിമ രംഗത്തുള്ള ആളാണോ? അല്ല, ഞാന് ഇത് അനലൈസ് ചെയ്ത് ഞാൻ ഫിലിമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. കാരണം ഇതിങ്ങനെ ഇത്ര കോടി രൂപ കിട്ടിയാൽ ഇത്ര ശതമാനം ടാക്സ് പോകും, അതിനുശേഷം ഇത്ര ശതമാനം കിട്ടും, അപ്പം നിർമ്മാതാവിന് 100 കോടി കയ്യിൽ കിട്ടണമെങ്കിൽ ഇത്ര വേണ്ടി വരും എന്നൊക്കെ കൃത്യമായി പറയുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, എന്തായാലും അനലൈസ് ചെയ്തിട്ട് പറയണം. അത് നല്ലതാണ് കേട്ടോ. നമ്മളപ്പോൾ ഒരു കാര്യം പഠിച്ചു പറയുന്നതും തെറ്റില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം കേരളത്തിൽ ഇപ്പം ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് 241 കോടി രൂപ മഞ്ഞുമ്മൽ ബോയ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. 241 കോടി രൂപ. അതിന്റെ നിർമ്മാതാവിന് കിട്ടിയത് 57 കോടി രൂപയാണ്. അതുപോലെ 2018 എന്ന് പറയുന്ന സിനിമ 189 കോടി രൂപ മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ മഞ്ഞുമ്മൽ ബോയ്സിനേക്കാളും കൂടുതൽ ഇൻകം വന്നിട്ടുണ്ട്.
അതാണ് ഈ വിദേശത്തേക്കുള്ള റൈറ്റ്സ് വിറ്റ് ആദ്യമേ സിനിമ റിലീസിന് മുമ്പ് തന്നെ വിൽക്കും, ഇത്ര എഗ്രിമെന്റ് പറഞ്ഞങ്ങ് വിൽക്കും. അതിനുശേഷം ആ സിനിമ ഇനി 1000 കോടി കളക്ട് ചെയ്താലും ആദ്യം നമ്മൾ എത്ര രൂപയാണോ വിറ്റത് ആ കാശ് നിർമ്മാതാവിനുള്ളൂ. യെസ്, ഓക്കെ. ഏതായാലും ഇത് വളരെ വിശദമായി പഠിച്ച ഒരാളുടെ അഭിപ്രായം എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര അതിസാരവും രണ്ടാണ് എന്ന് പറയുന്നു നമ്മുടെ ന്യൂ തിങ്കർ. ഓക്കെ, കഥ 5 പൈസയ്ക്ക്, മേക്കിംഗ് സൂപ്പർ, വർഗീയത കൂടുതൽ എന്ന് പറയുന്നു. മൈ നെയിം ഈസ് ലിയോ. അപ്പം നമ്മുടെ അടുത്ത പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്നാണ് അല്ലേ? ജോയ് മാത്യു. അതെ അതെ. ശ്രീ ജോയ് മാത്യു ഈ സിനിമ കണ്ടോ? ശ്രീ ജോയ് മാത്യു? ഞാൻ കണ്ടു. അപ്പം ജോയ് മാത്യുവിനെ ആകർഷിച്ച ഘടകം എന്താണ്? വിവാദമാണോ? സുരേഷ് ഗോപി പറഞ്ഞ മാതിരി വിവാദമാണോ? ഞാൻ അതിന്റെ 1-ാം ഭാഗം കണ്ടായിരുന്നു. ലൂസിഫർ കണ്ടു. അപ്പോൾ 2-ാം ഭാഗം ഇറങ്ങുമ്പോൾ അത് സ്വാഭാവികമായും ജോയ് ജോസഫാണ്. ഓക്കെ, ക്ഷമിക്കണം എന്നോട്. അപ്പോൾ 2-ാം ഭാഗം കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും ഒരു ആഗ്രഹമാണ്. എനിക്ക് 1-ാം ഭാഗം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അതൊരു സിനിമയുടെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അപ്പോൾ വിവാദങ്ങൾക്കപ്പുറത്തേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കലാമൂല്യം ഈ സിനിമയിൽ ഉണ്ട് എന്ന് ശ്രീ ജോയ് മാത്യു കരുതിയോ? അതോ വിവാദങ്ങൾ കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു 1-ാം ഭാഗത്തിന് വെച്ച് 2-ാം ഭാഗത്തിന് എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമ കണ്ടപ്പം കുറെ കൂടെ. പക്ഷെ ഇത് കട്ട് ചെയ്യുന്നതിലൊന്നും ഒരു കഥയില്ല. കാരണം അതിപ്പം ജനങ്ങളുടെ ഇടയിൽ മുമ്പ് ചർച്ച ചെയ്ത് പോയ ഒരു കാര്യമില്ല. ഓക്കെ, ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഘുനന്ദനൻ നമ്മുടെ തിരുമുല്ല വാരത്തുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. കുറേ ദിവസം ഞാൻ ഈ അന്വേഷിക്കുകയായിരുന്നു രഘുനന്ദനൻ എന്തു പറ്റി, നമ്മുടെ ഇപ്പോൾ ഒരു കമൻ്റ് ഒന്നും ഇട്ട് കാണുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ ഉള്ള വിഷയങ്ങളാകുമ്പോഴാണ് അദ്ദേഹം പ്രധാനമായി കമൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതെല്ലാം സംഭവങ്ങൾ കാണിച്ചാലും സിനിമയെ സിനിമയായിട്ടും നോവലിനായിട്ടും കാണണം, അതിനുള്ള ആർജവം മലയാളിക്ക് ഉണ്ടാവണം എന്ന് രഘുനന്ദനൻ തിരുമുല്ല വാരം നമ്മളോട് പറയുന്നു. ഓക്കെ, സ്റ്റീഫൻ റൊണാൾഡ് പറയുന്നു ഈ സിനിമ ഒരു മാസ്റ്റർ പീസ് അല്ല, അബോവ് ആവറേജ് വരുന്ന ഏതൊരു മോഹൻലാൽ സിനിമയ്ക്കും പോലെ ഇതിനും വിജയം പ്രതീക്ഷിക്കാം. അതിനു മുകളിലുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം എതിരാണ്, അതിനു മുകളിലുള്ള വിജയം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരാണ് എന്ന ഒരു അഭിപ്രായം അദ്ദേഹം വയ്ക്കുന്നു. ഷഹദ് ഷാ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് പൊതുവേദിൽ. ഓക്കെ, അപ്പോൾ ഷഹദ് ഷാ ചോദിക്കുന്നു സുരേഷ് ഗോപി ഫ്രീ ആയിട്ടാണോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്? അദ്ദേഹവും ഇതിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമല്ലേ നോക്കുന്നതെന്നാണ്. അതും ഒരു ന്യായമായ കാര്യമാണ്. ഏതായാലും സിനിമാ രംഗത്ത് നിരന്തരമുള്ളയാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നതാണ് ഞാനും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിലകൻ, ശ്രീ തിലകൻ. സാറേ, ഇന്ന് അടിപൊളിയാണ്. ഞാൻ പെട്ടെന്ന് വെക്കില്ല, ഒരു വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം എന്റെ കേൾക്കണം കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞത് ഈ ഓർഗനൈസിൽ ക്രിസ്ത്യാനികൾക്ക് എതിരെയും ഈ സിനിമ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ കാപ്പട്ടെ. കാരണം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ്, ഗ്രഹാം സ്റ്റേഷന് അതിലേക്ക് ഓർഗനൈസറിൽ അങ്ങനെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ. ഞാനത് കണ്ടില്ല കേട്ടോ, അതെ കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയും ഗ്രഹാം സ്റ്റേഷന് 2 കൊച്ചു കുഞ്ഞുങ്ങളെ സുവിശേഷകരെ പെന്തക്കോസ്തുകാരെ കത്തിച്ച് ചാമ്പലാക്കി കൊന്നിട്ടുള്ളത് ഈ RSS വീരന്മാരാ. താരെ കേട്ടിട്ടുണ്ടോ ഗ്രഹാം സ്റ്റേഷന് ഇല്ലേ? അപ്പൊ എനിക്ക് തോന്നണ അതും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട വർഗമാണ് പെന്തക്കോസ്തുകാരാ. ഹല്ലേലൂയ എന്ന് വിളിക്കാൻ പരസ്യയോഗം നടത്തുക ഇവന്മാര് സമ്മതിക്കില്ലല്ലോ. പിന്നെ ഒരാൾ കുറച്ചു മുമ്പ് പറഞ്ഞ് എന്താണ് ഈ ഹിന്ദുത്വം എല്ലാവരും സ്വീകരിക്കണം. എല്ലാവരും സ്വീകരിക്കുന്നില്ല. എല്ലാവരും ഒന്നും ഹിന്ദുത്വം സ്വീകരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരം അഭിപ്രായങ്ങളുണ്ട്. ആളുകൾക്ക് ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ഓക്കെ, എല്ലാം അഭിപ്രായം. ഓക്കെ, ശരി, ഞാൻ വരാം. ഓക്കെ, നമ്മുടെ ഷാജി കൊല്ലത്തിനൊപ്പം നമുക്കൊപ്പം ചേർന്നുണ്ട്. ഷാജി ഈ സിനിമ കണ്ടോ? ഷാജി? ഞാൻ കണ്ടു. ഇന്നലെ രാവിലെ കണ്ടു. ഞാനങ്ങനെ സിനിമയൊന്നും അത്ര ഈ അടുത്ത കാലത്തായിട്ട് അത്ര ആവേശപൂർവ്വം കാണാൻ പോകുന്ന ഒരാളല്ല. അതെന്താ ഈ പ്രായമാകും തോറും ഇത് മടുക്കുകയാണ്? പ്രായമാകുന്നോണ്ടല്ല, അങ്ങനെയുള്ളതല്ല, വൈബില്ലാന്ന്. ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ സിനിമ പണ്ടത്തെ പോലെ കാണാറില്ല. അപ്പൊ എന്റെ മകൻ പറയും അച്ഛന് വൈബ് കുറഞ്ഞെന്ന് പറയും. ഇപ്പൊ ഞാനത് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. വൈബ് കുറഞ്ഞതൊന്നുമല്ല. ഇന്നലെ ടിവിയിൽ വരുന്നത് കാണാറുണ്ട്. പണ്ടൊക്കെ പഠിച്ചോണ്ട സമയത്ത് യുവാവായിരുന്ന സമയത്തും ഒക്കെ നമ്മള് അന്ന് ഷാജി അതിനൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുന്നു, നമ്മൾ തിരക്കി ഒന്നാമത്തെ ഷോ ഒന്നിച്ച് കാണുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൂട്ടുകാരുണ്ട്. ഇന്ന് പക്ഷേ അതൊക്കെ ഓൺലൈൻ ബുക്കിംഗ് വന്നതോടുകൂടി നമ്മൾ ബുക്ക് ചെയ്തു, വലിയ പൈസ കൊടുക്കുന്നു. പിന്നെ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞു വന്നു. പിന്നെ അതിനുശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചെന്ന് പറഞ്ഞാൽ ഈ
സംഘപരിവാർ ഭാഗത്ത് നിന്ന് പരോക്ഷമായിട്ടുള്ള ഇതിന്റെ പ്രതിരോധമാണ് നമ്മളെ ഇന്നലെ ഈ കൈവെക്കുന്നതിന് മുമ്പേ കട്ട് ചെയ്യുന്നതിന് മുമ്പേ കാണാനുള്ള ഒരു പ്രേരണ ഉണ്ടായത്. അത് ശരി. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണ്. വിവാദം ഇതിന്റെ ഒരു ലാഭത്തിലേക്ക് ഇതിനെ നയിക്കുന്നതിൽ ഒരു ഘടകം കൂടി ആയിരുന്നു. സുരേഷ് ഗോപി ആ ഒരു ആംഗിളിൽ പറഞ്ഞു. പക്ഷേ സുരേഷ് ഗോപിയുടെ പേരും അതിനകത്തുണ്ടായിരുന്നു. അത് സുരേഷ് ഗോപിയുടെ അറിവില്ലാതെ ഒന്നും ആയിരുന്നില്ലല്ലോ, ആയിരിക്കില്ലല്ലോ അതൊക്കെ ഉൾപ്പെടുത്തിയത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഉരുണ്ട് കളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൊന്നും അത്ര വലിയ ആത്മാർത്ഥതയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് 23 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം. ഇന്നൊരു 18-19 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എന്ന് കാണുമ്പോഴത്തേക്ക് ഇത് ഒരു വയലൻസ് ആയിട്ട് അവർക്ക് തോന്നാറുള്ളൂ. പക്ഷെ ഇത് നടന്ന സംഭവമാണെന്ന് നമ്മുടെ കാതിലും കണ്ണിലും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ഇരുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഇത് വളരെ ഒരു ഇങ്ങനെ ആയിരുന്നല്ലോ നമുക്കറിയാമായിരുന്നെങ്കിലും ഇത് വളരെ ആയിട്ട് ചെയ്യുന്ന തരത്തിൽ ഇത് ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്താൻ ഇത് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഇതിനൊരു പ്രതികാരം ഉണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് സിനിമ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് കാലം കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോടുകൂടിയാണ്. ആ ഒരു ക്യാപ്ഷൻ അങ്ങനെ അല്ലെങ്കിൽ പോലും അത്തരത്തിൽ ചോദിച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്നും കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ കമന്റ് ബോക്സ് ശ്രദ്ധിക്കണം. വളരെ മോശപ്പെട്ട നമ്മുടെയൊക്കെ പിതാവിന്റെയൊക്കെ പേരൊക്കെ വികലമാക്കിയൊക്കെ ഓരോരുത്തർ ചില ആളുകൾ എത്ര തന്നെ നമ്മളിത് ഷാജിയും ഞാനും ഇത് എല്ലാ ദിവസവും പറയുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇന്നും ആ ശൗചാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതിന്റെ ട്രെയിനിന്റെ തീവണ്ടിയിലെ ചുമരുകളിൽ എഴുതി വെക്കുന്ന അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പൊ അവരെ കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ അതെ. പക്ഷെ ഞാൻ എന്നിലെ പ്രതീക്ഷ നശിക്കുന്നില്ല. ഇവർ നന്നാവും എന്തെങ്കിലും എന്നൊരു പ്രതീക്ഷയാണ് ഷാജി. അതുകൊണ്ട് നമുക്ക് തുടരെ ഇവരോട് നന്മയുടെയും മൂല്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. എന്തെങ്കിലും തിരുത്തട്ടെ. ഓക്കെ, താങ്കളുടെ അഭിപ്രായം ഏതായാലും വളരെ വ്യക്തമാണ്. ജലേഷ് ജോൺ കുറേ നാളായാലും പൊതുവേദിയിൽ കമൻറ്റ് ചെയ്തിട്ട് ഇന്ന് അത് വന്നിട്ടുണ്ട്. ഏതായാലും അദ്ദേഹവും പറയുന്നുണ്ട് വിവാദം ഉണ്ടാക്കിയത് നിർമ്മാതാവാണോ നടനാണോ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അജീഷ് കെ സി പറയുന്നു എമ്പുരാൻ എന്ത് സ്വത്ത് സ്വന്തമാക്കിയാലും മാധ്യമങ്ങൾ ഈ സ്വത്തുക്കളുടെ ഐശ്വര്യം എന്ന് എഴുതണം എന്ന് അജീഷും പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് നിഖിൽ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നിഖിൽ കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ ടൗണിൽ നിന്നാണ്. ഓക്കെ, ശ്രീ നിഖിൽ ഈ ചിത്രം കണ്ടോ? കണ്ടു. എവിടെ പോയാ കണ്ടത്? കവിതയിൽ പോയി കണ്ടു. ഓക്കെ, ഒറ്റയ്ക്കാണോ കണ്ടത്? ഞാൻ അത് ഇതിന്റെ ഒരു പൊതു ഇതറിയാൻ വേണ്ടി ചോദിക്കാം. കൂട്ടുകാരുമായി കണ്ടു. സിനിമ അത്യാവശ്യം നിലവാരമൊക്കെ പുലർത്തുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. നിലവാരം ഉണ്ടെന്നാണ് തോന്നിയത് അല്ലേ? പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അയോധ്യയിൽ പോയ തീർത്ഥാടകർ സഞ്ചരിച്ച് ആ ട്രെയിനിന് തീ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ 59 പേര് മരണപ്പെടുകയും ക്രൂരമായ ഒരു പശ്ചാത്തലം അതിലുണ്ടായിരുന്നല്ലോ. അത് കൃത്യമായി സംവിധായകൻ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അതും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ സിനിമ വളരെ നല്ല നിലവാരം പുലർത്തുമായിരുന്നു. അപ്പോൾ രണ്ട് വശവും കാണിച്ചില്ല. അതൊരു വശത്തേക്ക് മാത്രം ചെരിഞ്ഞു നിന്നു എന്നൊരു അൺബാലൻസ്ഡ് ആയി പോയോ എന്നൊരു സംശയം അല്ലേ? തീർച്ചയായും. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, കൃത്യമാണ്. എന്നോട് ചായ കുടിച്ചോ എന്നൊക്കെ ഷിജു ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ സാധാരണ ഒരു 5 മണി ഈ നമ്മുടെ ഷോ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നും കൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ ഈ ചലച്ചിത്രം കണ്ടോ? ശ്രീ രവീന്ദ്രൻ ഞാൻ കണ്ടായിരുന്നു സാറേ. ശ്രീ രവീന്ദ്രന് ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി? ഈ അപേക്ഷ വെച്ചോട്ടെ, അപേക്ഷയാണ് സാറിന്റെ മുൻപാകെ വെക്കുക. നമുക്ക് എമ്പുരാൻ സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അത് രമ്യതയിലായി സ്ഥലം ഇനി വളരെ മനോഹരമായിട്ട് ഓടട്ടെ. തമ്പുരാൻ പിണറായി വിജയൻ പോയി കാണുകയും ചെയ്തു. ഇനി നമുക്ക് ഇതുകൊണ്ട് അവസാനിക്കാം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ രാവിലെ മുതൽ ഇപ്പൊ ഈ നമ്മുടെ ചാനലും ഇയാളും മാത്രമേ ഇതിങ്ങനെ എന്താന്ന് വെച്ചാൽ എല്ലാവരും ഈ വിഷയം അല്ല. നമ്മൾ ഇതിന്റെ ഇടയിൽ പോലും ആശാമാരുടെ കാര്യവും കേന്ദ്രമന്ത്രി പോയതും കണ്ടതും വീണ ജോർജ് അവിടെ പോയതും ഒക്കെ നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് മനസ്സിലായി അങ്ങേക്ക് ഇതിന്റെ അതിപ്രസരം ഉണ്ടായതായി അങ്ങേക്ക് ഒരു ആക്ഷേപമുണ്ട് അല്ലേ? ശരി, നമുക്കത് നോക്കാം. ഏതായാലും നമുക്ക് കൂടുതൽ വിഷയങ്ങൾ എടുക്കാം. പക്ഷെ ഞാൻ ഇത് ഇത്രയും വിവാദമായപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മതി, ബോറടിക്കാൻ തുടങ്ങി. അതാ പറഞ്ഞത്. ശരി, നിങ്ങളൊക്കെ കാണിച്ചു.
ഞങ്ങൾക്ക് അങ്ങനെ ഒരു എമ്പുരാൻ സിനിമ അല്ല. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഏതെങ്കിലും സിനിമാക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ കാശ് വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതികേട് തൽക്കാലം ന്യൂസ് 18 അവസരം വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അത് നിങ്ങളുടെ താല്പര്യം. ഞങ്ങൾക്ക് താങ്കൾ എന്തായാലും എത്രയൊക്കെ ആയാലും ഈ എമ്പുരാനിൽ നിന്നോ അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്നോ പണം വാങ്ങിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിൽ മറ്റാർക്കുണ്ടായാലും ന്യൂസ് 18 ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി താങ്കളുടെ തലയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഈ പടുവിഡിത്തം ഇവിടെ വന്ന് വിളിച്ചു പറയില്ലായിരുന്നു. അല്ല, ഇതിനപ്പുറത്തേക്ക് എനിക്കിതിനെ സഭ്യമായ ഭാഷയിൽ ഇത് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളൊക്കെ അങ്ങനെ അവിടെ ചെന്ന് എമ്പുരാൻ അവിടെ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ആണല്ലോ ഈ ചർച്ച നടത്തുന്നത്. ഈ കേരളത്തിൽ ഇതൊരു വലിയ വിവാദ വിഷയമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമില്ലാത്ത നിങ്ങളുടെ ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരി ഇതിനെപ്പറ്റി ഒരു കമന്റ് ഇട്ടു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമില്ലാത്ത ജെ നന്ദകുമാർ എന്ന നിങ്ങളുടെ പ്രജ്ഞാപ്രവാഹകിന്റെ ദേശീയ സംയോജകൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത്? നിങ്ങൾ അവരോട് ചെന്ന് ചോദിക്കണം. ഈ നിങ്ങളുടെ സംയോജകരോട് ചെന്ന് ചോദിക്കണം എന്തിനാണ് ഇത് നിങ്ങൾ ആ സിനിമയെ കമന്റ് ചെയ്തതെന്ന്. നിങ്ങൾ ശശികല ടീച്ചറോട് ചോദിക്കണം, നിങ്ങൾ സുരേന്ദ്രനോട് ചോദിക്കണം. എന്നാൽ അവർ പറയുമ്പോഴല്ലേ ഞങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ. ആ സുരേഷ് ഗോപിയോട് ചോദിക്കണം, നമ്മുടെ കേന്ദ്രമന്ത്രിയോട് ചെന്ന് ചോദിക്കണം, സുരേഷ് ഗോപി താങ്കൾ എന്തിനാണ് ഈ സിനിമയെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതെന്ന്. അല്ലാതെ ഞാനല്ലല്ലോ കാശ് വാങ്ങിച്ച്. സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയാൽ അത് വാർത്ത കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അങ്ങേക്ക് ഇതിൽ എത്ര കണ്ട് അസഹിഷ്ണുത ഉണ്ടായാലും ആ അസഹിഷ്ണുതയുമായി തുടരുക എന്നതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും അല്ല. അങ്ങേ ഞങ്ങളിങ്ങനെ നിർബന്ധിച്ച് ഇവിടെ കെട്ടിയൊന്നും ഇട്ടില്ലല്ലോ. ഇത് കേരളത്തിലെ ഒരു മനുഷ്യരെ ഒരു ചർച്ച ചെയ്യുന്നു. അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് മാറി നിൽക്കുക, അത്രേ ഉള്ളത്. ഇത് അങ്ങ് ചോദിക്കേണ്ടത് ഇതെന്തിനിങ്ങനെ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് എന്നോടല്ല, അങ്ങയുടെ നേതാക്കളുണ്ടല്ലോ അവരോട് ചെന്ന് ചോദിക്കുക. ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്കും പ്രിയപ്പെട്ട ശശികല ടീച്ചർ നിങ്ങൾ എന്തിനും ഇതിനൊരു കമന്റ് ഇട്ടു എന്ന് ചോദിക്കുക. നിങ്ങളുടെ ദേശീയ സംയോജകനോട് ചെന്ന് ചോദിക്കുക എന്തിന് അങ്ങ് ഇതിനൊരു കമന്റ് ഇട്ടു എന്ന് ചോദിക്കുക. നിങ്ങൾ മുൻ BJP സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുക നിങ്ങൾ എന്തിനിങ്ങനെ ഒരു കമന്റ് ഇട്ടു എന്ന്. നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുക, ഞാൻ പോയി കാണും എന്ന് പറഞ്ഞ് എന്തിനിങ്ങനെ ഒരു കമന്റ് ഇട്ടു എന്ന് ചോദിക്കുക. പിന്നീട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞത് എന്തിന് എന്നും ചോദിക്കുക. അപ്പൊ അവരെ ഈ വിവാദം അവിടെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത് വാർത്തയാകില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾ ഞാനാണ് പണം വാങ്ങിച്ചത് എന്ന ആരോപണം നിങ്ങൾക്ക് തിരുത്തി ആരാണ് പണം വാങ്ങിച്ചത് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ശരി. ഏതായാലും അങ്ങ് എത്ര ബഹളം വെച്ചാലും ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നമ്മൾ രണ്ടുപേരും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമാണ്. ശരി, സനൽ ശ്രീ സനൽ സാർ, ഞാൻ ഹരിപ്പാട് നിന്നാണേ. പിന്നെ സാറേ, ഇത് ഈ എവരെ എത്രയൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലും എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കിയാലും ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഇതൊരിക്കലും ചരിത്രമല്ല ആകുന്നില്ലല്ലോ. അത് ഇവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അണികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തകരാറാണ് ആവശ്യമില്ലാതെ കുറെ ബഹളം ഉണ്ടാക്കുക, അവസാനം മാപ്പ് പറഞ്ഞു പിന്നോട്ട് പോവുക. ഇത് തന്നെ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇതിനകത്ത് എനിക്ക് വളരെ രസകരമായി തോന്നിയത് വേറെ സംഭവമുണ്ട്. അമ്മ എന്ന സംഘടനയുണ്ട്. സാധാരണ ഏതെങ്കിലും കാര്യത്തിന് അടപടലം കടന്ന് ബഹളം ഉണ്ടാക്കുന്ന അമ്മ സംഘടന, താരസംഘടന ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിക്ക് ഇന്ന് വരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഹരീഷ് പേരടി, ജോയ് മാത്യു, ഇവരൊക്കെ ഭയങ്കര ബുജികളാണല്ലോ സാറേ. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. എനിക്ക് സമയം അവസാനിക്കാറായത് കൊണ്ടാണ്. ഒരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം കാത്തു നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകൾ. താങ്കൾ ഈ സിനിമ കണ്ടോ ശ്രീ ഉണ്ണികൃഷ്ണൻ? ഓക്കെ, അങ്ങനെ തർക്കത്തിന് ഞാനില്ല, നമുക്ക് സമയമില്ല. ഓക്കെ, ഏതായാലും എന്നെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ എത്തുന്നുണ്ട്. ഓക്കെ, രവീന്ദ്രനെതിരെ ആളുകൾ ചീത്ത പറയുന്നുണ്ട്. ഓക്കെ, ഞാനത് അത് വായിക്കുന്നില്ല. ഏതായാലും നിരവധി ആളുകൾ എന്നെ പിന്തുണച്ച് എത്തുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യം. ജലേഷ് ജോൺ, ഓക്കെ, നന്ദി ജലേഷ് ജോൺ. അതുപോലെ മറ്റ് ഷിജു, എല്ലാവരും എനിക്ക് നമ്മൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. യൂട്യൂബിൽ നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ഒരു സുപ്രധാന ചോദ്യം ഈ സുരേഷ് ഗോപിയുടെ ആരോപണം ശരിയാണോ എന്നതായിരുന്നു. അപ്പോൾ 77% ആളുകളും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. 23% ആളുകൾ ഇതിൽ സുരേഷ് ഗോപി പറഞ്ഞതല്ല ശരി, അത് വിവാദത്തിനപ്പുറത്തേക്ക് കലാമൂല്യം കൊണ്ടുകൂടി ആ ചിത്രത്തിന് പ്രസക്തിയുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അങ്ങനെ ബഹളം വെച്ചും ശബ്ദം വെച്ചും വായടപ്പിക്കാമെന്ന് കരുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാളെയും പൊതുവേദി ഉണ്ടാകും. നന്ദി, നമസ്കാരം.